നമസ്കാരം. റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ബ്രസീൽ വേഴ്സസ് ജപ്പാൻ മത്സരം ഇതാ ഏതാനും കുറഞ്ഞ മിനിറ്റുകൾക്കകം ആരംഭിക്കാൻ പോവുകയാണ്. 10:30 മത്സരം ആരംഭിക്കുന്നത്. രണ്ട് ടീമിൻ്റെയും സ്റ്റാർട്ടിംഗ് ലൈനപ്പ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ബ്രസീലിൻ്റെ പ്ലേയിങ് 11 ആദ്യം നോക്കാം. ഗോൾ കീപ്പറായിട്ട് അലീസൺ ബെക്ക, ഡിഫൻസിൽ ഡാനിലോ, മാർക്കിനോസ്, ഗബ്രിയൽ മെഗല്ലസ്, ഡഗ്ലസ് സാന്റോസ്, മധ്യനിരയിൽ കാസമിറോ, ബ്രൂണോ ഗുയിമാരസ്, ലൂക്കാസ് പക്വേറ്റ, മുന്നേറ്റത്തിൽ റയാൻ മാത്യൂസ് കുഞ്ഞ, വിനി ജൂനിയർ. അതായത് ഒരു മാറ്റവുമില്ല. കഴിഞ്ഞ കളി കളിച്ച അതേ 11 കൊണ്ട് ബ്രസീൽ ഇറങ്ങുന്നു. നമ്മൾ ഇന്നലെ മുതൽ ഈ കാര്യം റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ബ്രസീൽ ടീമിൽ മാറ്റം ഉണ്ടാവില്ല എന്ന്. ആ സെയിം കോമ്പിനേഷൻ വെച്ചുകൊണ്ട് തന്നെ ബ്രസീൽ ഇതാ ജപ്പാനെ നേരിടാൻ വേണ്ടി ഇറങ്ങുന്നു. മറുഭാഗത്ത് ജപ്പാന്റെ ടീമിൽ ഗോൾ കീപ്പറായിട്ട് സിയോൺ സുസൂക്കി, പിന്നെ ടാനിഗ്യൂച്ചി, ഹിറോക്കി ഇറ്റോ, ടോബിയാസു, ഡോയൻ, മയേഡ, കെയ്റ്റോ നക്കാമുഡ, ജൂനിയ ഇറ്റോ, കമേഡ, സാനോ, ഉയേഡ എന്നിവരാണ് അവരുടെ ആദ്യ 11-ൽ ഇടം പിടിച്ചിരിക്കുന്നത്. ഹാജിമെ മൊഴിയാസു. ഏത് തരത്തിലുള്ള തന്ത്രങ്ങളാണ് ബ്രസീലിനെ തടയാൻ വേണ്ടി ഒരുക്കിയിട്ടുള്ളതെന്ന് കാത്തിരുന്ന് കാണാം. മറുഭാഗത്ത് കാർലോ ആഞ്ചലോട്ടി വലിയ പ്രതീക്ഷയിലാണ്, അധികം വലിയ കോൺഫിഡൻസിലുമാണ്. ബ്രസീൽ ടീം വിജയിച്ചു കയറുമെന്ന് തന്നെ അദ്ദേഹവും പറയുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.